ഹലോ ഗൈസ്, നമ്മൾ ഇന്നാണ് ഈ മാർക്കറ്റിൽ നോക്കാൻ പോകുന്നത്. ഒരു ലോങ് ആയിട്ടുള്ള ഒരു എൻട്രിയാണ് നോക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് 2 ദിവസമായിട്ട് മാർക്കറ്റ് നല്ലൊരു അപ്പ് ട്രെൻഡാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ലിക്വിഡിറ്റി ക്രിയേഷൻ നടന്നിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ റിവേഴ്സ് ആയാൽ മാത്രമേ നമ്മുടെ ട്രേഡ് എടുക്കത്തുള്ളൂ. അപ്പോൾ മേജറായിട്ടുള്ള ഈ ഒരു ഏരിയ എന്നൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാൻ നമുക്കൊരു കൺഫർമേഷൻ ആവുള്ളൂ. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി പോലെ നമുക്ക് ശരിക്കും ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് നല്ലൊരു ലിക്വിഡിറ്റി ക്രിയേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം ശരിക്കും ട്രേഡ് എടുക്കാൻ. അപ്പോൾ പ്രീവിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ലോണം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് അപ്പ് ട്രെൻഡ് പോയേക്കണത്. അപ്പോൾ മേജറായിട്ടുള്ള ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഡൗൺ ട്രെൻഡിലേക്ക് ട്രേഡ് നോക്കാൻ പറ്റത്തുള്ളൂ. ഒന്നില്ലെങ്കിൽ ഈ ഒരു ഇതിൽ മാർക്കറ്റ് റീടെസ്റ്റ് എടുത്തിട്ട് അവിടെ നിന്നുള്ള സെല്ലേഴ്സിനൊക്കെ ട്രാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ വേർഡ്സ് പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് പോയേക്കാം. നമുക്ക് നോക്കാം എന്താവുന്നത്. അവിടെ നിന്ന് ഡയറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ നമുക്ക് ട്രേഡ് എടുക്കാം. പിന്നെ ഈ ഭാഗത്തായിട്ടൊക്കെ നല്ലൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് പോയേക്കണത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു മാർക്കറ്റ് മേലോട്ട് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റാണ് മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റിയത്. അത് മേജറായിട്ടുള്ള ഒരു മേജറായിട്ടൊരു മേലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് മാർക്കറ്റ് അവിടെ ഒരു റീടെസ്റ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ നിന്നൊരു എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് സ്കാൽപ്പിങ്ങിന് വേണ്ടി. പക്ഷേ അതെനിക്ക് SL അടിക്കുകയാണ് ചെയ്തത്. അതിന് മുന്നെടുത്ത് 1-2 ട്രേഡ് പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സ്കാൽപ്പിംഗ് തന്നെയായിരുന്നു. അതൊക്കെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന സിഗ്നൽസില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യാം, അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ ജോയിൻ ചെയ്യാൻ ആ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ഒരു ഏരിയക്കാണ് നമ്മൾ ഒരു ട്രേഡ് എൻ്റർ ആവാൻ നോക്കുന്നത്. അവിടെ അടിക്ക് വരെ നമ്മൾ ഒരു ട്രേഡ് എൻ്റർ ആവാൻ നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു മേലെ വരച്ചേക്കണ ആ ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ നടന്നിട്ടില്ല. മാർക്കറ്റിന് എവിടേക്ക് സഞ്ചരിക്കാൻ വേണമെങ്കിലും മാർക്കറ്റിന് ഒരു ലിക്വിഡിറ്റി ആവശ്യമാണ്. ചിലപ്പോൾ അവിടെ നിന്നുള്ള സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. നമുക്ക് ലോവർ ടൈം ഫ്രെയിം വരികയാണെങ്കിൽ ഒരു മൈനറായിട്ടുള്ളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു കൺഫർമേഷൻ നമുക്ക് പോരാ ശരിക്കും ട്രേഡ് എടുക്കാനായിട്ട്. നമുക്ക് നോക്കാം എന്താവുന്നത്. ചിലപ്പോൾ ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ എൻട്രി പ്ലേസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. കുറച്ച് റിസ്ക് ആയിട്ടുള്ള എൻട്രി ആയിരിക്കുള്ളൂ, എങ്കിലും ഞാൻ പ്ലേസ് ചെയ്യും ചിലപ്പോൾ. നമുക്ക് ഇത്രയും കൂടി വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. നമ്മളിപ്പോൾ ഫെബിനോച്ചി ടൂള് യൂസ് ചെയ്ത് നമ്മൾ നോക്കിയപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് റീടെസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൺഫേം ആയിട്ടുള്ളൊരു ഏരിയയാണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്ന് തന്നെ ട്രേഡ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ എൻ്റെ SL ഞാൻ കയറ്റി വെക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. എന്നുവെച്ചാൽ SL ഇത്തിരി കൂട്ടി വെക്കാനാണ് പ്ലാൻ. അതിനനുസരിച്ച് ഞാൻ എൻ്റെ റിസ്ക് മാനേജ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ഡൗൺ ട്രെൻഡ് ഇവിടം വരെ, ഈ ഒരു ഏരിയ വരെ നമുക്ക് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയോ. ജസ്റ്റ് ചിലപ്പോൾ ഒരു 1 to 2 days ചിലപ്പോൾ പിടിച്ചേക്കാം ആ ഒരു ട്രേഡ് നമുക്ക് പ്ലേസ് ആവാനായിട്ട്. ചിലപ്പോൾ അവിടെ ഒരു നല്ലൊരു ലിക്വിഡിറ്റി ക്രിയേഷൻ നടത്തിയതിന് ശേഷം, ഈ ഒരു ഏരിയക്ക് മേലെ ലിക്വിഡിറ്റി ക്രിയേഷൻ നടത്തിയതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിക്ക് ഡൗൺ ട്രെൻഡ് പോകാനാണ് ചാൻസ്. നല്ല രീതിക്ക് നല്ലൊരു ഡൗൺവേർഡ്സ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ ഇതെങ്ങനെയാണ്. അപ്പോൾ ഞാൻ പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം.